ACL ലിഗമെന്റ് ഇഞ്ചുറി പറ്റി അതിന്റെ സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ACL ലിഗമെന്റ് സർജറി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ പോൾസൺ വർഗീസ്, കൺസൾട്ടന്റ് സ്പോർട്സ് ഇഞ്ചുറി സർജൻ. ആദ്യം നമ്മൾ പൊട്ടിയ ACLന്റെ ഭാഗം നമ്മൾ ഷേവ് ചെയ്ത് കളയുക, ബാക്കിയുള്ള റെമിനൻസ് എല്ലാം റിമൂവ് ചെയ്ത് കളയും. അതിനുശേഷം നമുക്ക് പുതിയ ലിഗമെന്റ് വെക്കാൻ വേണ്ടിയിട്ട് ബോൺ ടണൽ ഉണ്ടാക്കണം. ടിബിയയിലും ഫീമറിലും, താഴത്തെ ബോണിലും മുകളിലത്തെ ബോണിലും രണ്ടിലും നമ്മൾ ടണൽ ഉണ്ടാക്കും. ടണൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളവിടെ ഗ്രാഫ്റ്റ് വെക്കാവുന്ന ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് ആവാം, ക്വാഡ്രിസെപ്സ് ഗ്രാഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ബോൺ പറ്റല ടെൻഡൻ ഗ്രാഫ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ അത് രണ്ട് സൈഡിലും സ്ക്രൂ അല്ലെങ്കിൽ ബട്ടൺ വെച്ച് ഫിക്സ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞത് പ്ലെയിൻ ACL റീകൺസ്ട്രക്ഷൻ സർജറി മാത്രമാണ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ മെനിസ്കസ് ഇഞ്ചറി കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് മെനിസ്കസ് ഇഞ്ചറിയുടെ കൂടെ സർജറി ചെയ്യും. ഇനി നിങ്ങളൊരു എലൈറ്റ് അത്ലറ്റ് ആണ്, അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫുട്ബോൾ പ്ലെയർ ആണ്, നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ACL ലിഗമെന്റിന്റെ കൂടെ ആൻഡ്രോലാറ്ററൽ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ കൂടെ, അതല്ലെങ്കിൽ ലാറ്ററൽ എക്സ്ട്രാ ആർട്ടിക്കുലർ ടീനോഡോസിസ് കൂടെ ചെയ്യും. ഒരു എക്സ്ട്രാ സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാ ബ്രേസിംഗിന് വേണ്ടിയിട്ട്. സ്റ്റഡീസ് പറയുന്നത് ALL ചെയ്തു കഴിയുമ്പോൾ ഫെയിൽ ആവാനുള്ള, രണ്ടാമത് വീണ്ടും ACL പൊട്ടാനുള്ള സാധ്യത കുറയുന്നുണ്ട് എന്നാണ്. സോ വി പ്രിഫർ ടു ഡു ALL റീകൺസ്ട്രക്ഷൻ ഓൾസോ എലോങ് വിത്ത് ആൻ ACL റീകൺസ്ട്രക്ഷൻ. ഇത്തരത്തിൽ ACL സർജറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യാം.